കോഴിക്കോടും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഫയർ എഞ്ചിൻ വേണമെന്ന് പലരും കാലങ്ങളായി ആവശ്യപ്പെടുന്നു. ഇന്നലെ ജയലക്ഷ്മിയിൽ തീപിടുത്തമുണ്ടായപ്പോഴും കരിപ്പൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ എത്തിച്ചു. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങളോട് അധികൃതർ മുഖം തിരിക്കുകയാണെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി വി സുനിൽകുമാർ പറഞ്ഞു. മന്ത്രിമാരോട് ഉൾപ്പെടെ ഇനിയും ഈ ആവശ്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ജയലക്ഷ്മിയിൽ തീപിടുത്തമുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായമായത് കരിപ്പൂരിൽ നിന്നും വന്ന ഫയർ എഞ്ചിനാണ് പാന്തർ എന്ന് പറയുന്നത്. പക്ഷേ ഇതേ ആവശ്യം നിരന്തരം ഇവിടെയുള്ള വ്യാപാരികൾ മുന്നോട്ട് ഉന്നയിക്കുന്നുണ്ട്. ഓരോ തവണയും തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ കരിപ്പൂരിൽ നിന്നുമുള്ള എഞ്ചിന്റെ സഹായം തേടേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇത് കോഴിക്കോട് സ്ഥിരമായി വേണം, അങ്ങനെ ഒരു ഫയർ എഞ്ചിൻ ഇവിടെ വേണം എന്നുള്ള ഒരു ആവശ്യം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇതിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ വി സുനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിരന്തരം നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്, ഇതിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2005 നമ്മളെ മിഠായിത്തെരുവിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായത്. അന്ന് 9 ആളുകളാണ് മരണമടഞ്ഞത്. അന്ന് മുതൽ നമ്മുടെ ആവശ്യമാണ് ഈ പാന്തർ എന്ന് പറഞ്ഞ സംവിധാനം, എയർപോർട്ടിലുള്ള ആധുനിക രീതിയിലുള്ള ഫയർ എഞ്ചിന് കോഴിക്കോട് നഗരത്തിൽ വേണം എന്നുള്ളത്. അന്ന് ഞങ്ങൾ അന്നത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മുനീർ സാറായിട്ട് സംസാരിച്ചപ്പോൾ അത് എത്രയും പെട്ടെന്ന് കോഴിക്കോട് നമുക്കത് കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2007 2009 ഇപ്പോൾ ലാസ്റ്റ് പാളയം ബസ് സ്റ്റാൻഡിലും ഒക്കെ ഉണ്ടായ തീപിടുത്തത്തിൽ ഈ മെഷീൻ ഇവിടെ എത്തുമ്പോഴാണ് തീക്ക് ഒരു ശമനം കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കോഴിക്കോട് അങ്ങാടിയിൽ ഈ എയർപോർട്ടിലുള്ള പോലെയുള്ളൊരു ഫയർ സംവിധാനം കൊണ്ടുവന്നിവിടെ ഈ കോഴിക്കോടുള്ള ഫയർ സ്റ്റേഷൻ, ബീച്ചിലുണ്ടായിരുന്ന ഫയർ സ്റ്റേഷൻ വരെ പൊളിച്ചിട്ടിട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം 3 ഫയർ എഞ്ചിനാണ് ഇപ്പം ബീച്ചിലുള്ളത്. ബാക്കിയുള്ളതൊക്കെ മീൻചന്തയിലേക്കും വെള്ളിമാടുന്നതിലേക്കും മാറ്റിയത് കൊണ്ടാണ് ഇവിടെ തീപിടിപ്പുണ്ടായപ്പോൾ 3 എഞ്ചിനെ ഇവിടെ ആദ്യം എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വരാൻ ട്രാഫിക് സംവിധാനത്തിലൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ വരുന്നത്. അത് എത്രയും പെട്ടെന്ന് ആ കെട്ടിടം നിർമ്മിച്ചിട്ട് നമ്മുടെ ഫുൾ സ്ട്രെങ്ത്തിൽ കോഴിക്കോട് ബീച്ചിൽ തന്നെ ആധുനിക സംവിധാനത്തിലുള്ള ഈ ഇത്തരം മെഷീനുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമുക്കിത് കോഴിക്കോട് നഗരത്തെ രക്ഷപ്പെടുത്തണം. കാരണം പണ്ടുള്ള രീതിയിലല്ല ഇപ്പം വ്യാപാര സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഈ ജയലക്ഷ്മി തന്നെ ഒരു 100ഓളം സ്ഥാപനങ്ങൾക്കുള്ള സ്ഥലമുള്ള അതിൻ്റെ വലിപ്പമുള്ള ഒരു കെട്ടിടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട് നഗരം വളരുക. പക്ഷേ ഇപ്പോഴും നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള ഫയർ എഞ്ചിന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കോഴിക്കോട് ഇപ്പോൾ ഏറ്റവും വലിയത് 60 നിലകളുള്ള ഫ്ലാറ്റ് വരിക. ഉയരം കൂടിയ കെട്ടിടങ്ങളിലൊക്കെ തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കാൻ ഇങ്ങനെയുള്ള എഞ്ചിനുകൾ വേണം, അതിനുള്ള സംവിധാനം വേണം. ഇപ്പൊ ഇവിടെ തന്നെ കോർപ്പറേഷന്റെ കീഴിലുള്ള ബൾബ് മാറ്റുന്ന ക്രെയിന് കൊണ്ടുവന്നാൽ കോഴിക്കോടുണ്ടായ വലിയ തീപിടുത്തത്തിൽ കരിപ്പൂരിൽ നിന്നാണ് ഫയർ എഞ്ചിൻ എത്തിച്ചത്. കോഴിക്കോടും ഇത്തരം അത്യാധുനിക സംവിധാനങ്ങളുള്ള ഫയർ എഞ്ചിൻ വേണമെന്നാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി പറയുന്നത്.